ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. ബിസ്മിക്ക് ചലോട്ട എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 3 ബ്രെഡ് വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് തയ്യാറാക്കുന്നത്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ 4 മണി ചായക്കൊപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ ഐറ്റമാണ്. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഒരു 4-5 പേർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന അത്രയും ഉണ്ടാവും കേട്ടോ. അപ്പം നമുക്ക് ആദ്യം ഈ ബ്രെഡ് ഒന്ന് എന്താ പറയുക ഒന്ന് മുരിപ്പിച്ചെടുക്കണം. അപ്പോൾ നെയ്യും ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വെറുതെ ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 3 ബ്രെഡും ഇതുപോലെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ 3 ബ്രെഡ് ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു പാത്രം വെച്ചിട്ട് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂണോളം വരുന്ന ബട്ടർ കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും പാടെ നന്നായി ചൂടായി വന്നു കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പമുള്ള സവാള ചെറുതായിട്ട് കട്ടാക്കിയത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ഈ സവാളയൊന്ന് വാടിക്കിട്ടാൻ ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള വാട്ടിയെടുക്കുന്ന സമയത്ത് ഒരുപാട് നേരം വിട്ട് വാട്ടി ചുവന്നിങ്ങനെ വരേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വളരെ കുറച്ച് ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് മുളക് പൊടിയുടെ പച്ചച്ചുവ പോയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. അത്രയും മതി കേട്ടോ. ഇനി നമ്മളിവിടെ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബ്രെഡ് ഒന്ന് കട്ടാക്കി എടുക്കാം. ചെറിയ പീസായിട്ട് കട്ടാക്കി എടുത്താൽ മതി കേട്ടോ. ഇതുപോലെ ഒന്ന് ഇങ്ങനെ കട്ടാക്കി എടുക്കാം കേട്ടോ. വളരെ സിമ്പിളും നല്ല ടേസ്റ്റിയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇതേപോലെ 3 ബ്രെഡ് ഇവിടെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 5 കോഴിമുട്ടയാണ്. ഈ 5 കോഴിമുട്ട നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. അപ്പോൾ 5 മുട്ടയും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം കേട്ടോ. എല്ലാം പാടെ നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിലൊന്ന് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് ഇവിടെ ഒരു സൈഡിലേക്ക് നീക്കി വെക്കാം. അപ്പോൾ ഇതുപോലെ ഒരു പാൻ എടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ആക്കി കൊടുത്തിട്ടുണ്ട്. ബട്ടർ ഇങ്ങനെ എല്ലാവരുടെയും ഒന്ന് സ്പ്രെഡാക്കി കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഏറ്റവും ലോയിൽ വെക്കാൻ മറക്കരുത്. ബട്ടർ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ നമ്മളിവിടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ബ്രെഡ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഇങ്ങനെ നിരത്തി വെക്കാത്തക്ക പാകത്തിന് മാത്രം മതി. ഈ ഒരു ഐറ്റം കൊണ്ട് ഈ ഒരു 3 ബ്രെഡ് കൊണ്ട് 3 എണ്ണം നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മളിവിടെ വാട്ടി വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിയും മുളകും നമ്മൾ ഒന്ന് വാട്ടിയെടുത്തില്ലേ, അത് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ മുളക് പൊടിയുടെ അളവ് ഞാൻ ഒരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കൂടുതൽ എരിവ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ കുറേ എരിവിൻ്റെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ നമ്മൾ മിക്സാക്കി വെച്ചിട്ടുള്ള നമ്മുടെ മുട്ടയുടെ മിക്സ് ഇതിൻ്റെ മുകളിൽ കൂടി പാകത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഫ്ലെയിം ഏറ്റവും ലോയിൽ വെക്കണം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ വേറൊരു പാന് ഒന്ന് ചൂടാക്കിയിട്ട് അത് ഇതിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. കരിഞ്ഞു പോകാതിരിക്കാം. ബ്രെഡൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. പിന്നെ നമുക്ക് ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ തക്കാളി ഉണ്ടെങ്കിൽ തക്കാളിയുടെ പിന്നെ എന്താ പറയുക ആ കുരുവൊക്കെ മാറ്റിയിട്ട് അതിൻ്റെ ആ പുറത്ത് ഇതില്ലേ അത് മാത്രം ഒന്ന് ഇതുപോലെ ക്യൂബാക്കി കട്ടാക്കിയിട്ട് അതും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളിയുടെ ചേർത്തിട്ടില്ല. ഒരല്പം സ്വീറ്റ് കോൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി. ചേർത്താൽ നല്ല ടേസ്റ്റാണ്. അത്രേ ഉള്ളൂ. കുറച്ച് ഓർഗാനയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചീസാണ് എടുത്തിട്ടുള്ളത്. മൊസറല്ലയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ ഷീറ്റായിട്ടുള്ള ചീസാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതും ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടവും കുറക്കുകയും ചെയ്യാം. ഒരു 1/2 ടീസ്പൂൺ വരുന്ന വറ്റൽമുളക് ഒന്ന് ചതക്കിയെടുത്തത് അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അല്പം ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുക. ഹോട്ട് ആൻഡ് സ്പൈസി ടൊമാറ്റോ സോസാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ചെറിയൊരു എരിവും ഉണ്ടാവും, ചെറിയൊരു മധുരവും ഉണ്ടാവും. ഇനി അല്പം മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. ഇത്രേ ഉള്ളൂ സംഭവം. പണി കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് ഒരു 2 മിനിറ്റ് കൊണ്ട് ആയിക്കിട്ടും കേട്ടോ. അതൊന്ന് അടച്ചു വയ്ക്കാം. ഇതുണ്ടോ, ചീസൊക്കെ നന്നായിട്ട് മെൽറ്റായി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യുന്ന ഒരു പാത്രത്തിലേക്ക് മാറ്റാം.
അപ്പം നമ്മൾ വളരെ സിമ്പിളായിട്ട് ബ്രെഡും മുട്ടയൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുത്തിട്ടുള്ള ഒരു അടിപൊളി പിസ്സയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ റെഡിയാക്കി നോക്കുകൊണ്ട്. മുട്ടയും ബ്രെഡും ഒക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ ഉണ്ടാവും. പിന്നെ ക്യാപ്സിക്കും എന്താ പറയുക സ്വീറ്റ് കോണൊക്കെ കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ അതാ രണ്ടാമത്തൊന്നും റെഡി ആക്കിയിട്ടുണ്ട്. മൂന്നാമത്തത് ഒരെണ്ണം ഞാൻ ചീസ് ഇല്ലാതെയാണ്, മോള് ചീസ് കഴിക്കലില്ല, അപ്പോൾ മോൾക്ക് ചീസ് ഇല്ലാതെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത് നമുക്കൊന്ന് കട്ടാക്കി നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അതുപോലെ തന്നെ ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്ത് വരുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ തോന്നുന്ന അഭിപ്രായം എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മുടെ അടിപൊളി പിസ്സ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇൻഷാ അല്ലാഹ് അടുത്തൊരു അടിപൊളി വീഡിയോ എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.